സാധാരണ ഏത് സ്ത്രീയെ കൊണ്ടുവന്നാലും അങ്ങ് ആ സ്ത്രീയെ ബലാത്കാരം ചെയ്ത് പ്രാപിച്ച് അവളെ അടിമയാക്കി വെക്കുന്ന സ്വഭാവം അങ്ങേക്കുള്ളതാണല്ലോ, എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചു മഹാപാർശ്വൻ. ചോദിച്ച ഉടനെ രാവണൻ തല ചൊറിഞ്ഞ് മഹാപാർശ്വനോട് പറയുന്ന ഒരു ഉത്തരമുണ്ട്. പണ്ട് എനിക്കൊരു പറ്റുപറ്റി, ബ്രഹ്മാവ് എന്നെ ശപിച്ചിരുന്നു. പണ്ട് ഞാൻ ആകാശമാർഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ പുഞ്ചികസ്ഥല എന്ന ഒരു ഗന്ധർവ സ്ത്രീയെ, ഒരു സന്യാസിനിയെ കണ്ടു. ഞാൻ അവളെ കടന്നു പിടിച്ചു. അഗ്നിജ്വാല പോലെയാളുന്ന അവളുടെ വസ്ത്രം ഞാൻ വലിച്ച് അഴിക്കുമ്പോഴേക്കും അവൾ കുതറിയോടി ബ്രഹ്മദേവന്റെ സമീപത്ത് ചെന്നു. അപ്പോഴേക്കും ഞാൻ അവിടെ ഓടിയെത്തിയപ്പോൾ ബ്രഹ്മാവ് എന്നോട് പറഞ്ഞു, ഹേ രാവണ, നീ ഇനി ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളെ ബലാത്കാര രൂപേണ പ്രാപിക്കാൻ ശ്രമിച്ചാൽ നിന്റെ ശിരസ് പൊട്ടിത്തെറിച്ച് 100 കഷണങ്ങളായി നീ മരിച്ചു പോകുമെന്ന് എന്നെ ശപിച്ചു. മരണത്തെ ഭയപ്പെട്ടാണ് രാവണൻ സീതയെ തൊടാതിരുന്നത്.